പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെന്റ് മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇതിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ചാപ്റ്ററിന്റെ ഹെഡിങ് വരുന്നത്. അതിലെ റിലേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ റിലേഷൻ എന്ന് പറയുന്നതിലെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആവുന്നത്? രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് എലമെന്റുകളാണ് അതിനകത്തുണ്ടായിരിക്കുക. അതിലെ ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആയിരിക്കണം. ഇതുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസുകളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക, ഡൊമൈൻ കാണുക, റേഞ്ച് കാണുക എന്നീ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകും. എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ആദ്യം പോവാം. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if ordered pair x plus 1 comma y minus 2 x plus 1 comma y minus 2 equal to ordered pair 3 1, write the values of x and y. Write the values of x and y. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഓർഡേർഡ് പെയർ മറ്റൊരു ഓർഡേർഡ് പെയറിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണണം, വൈന്റെ വാല്യൂ കാണണം. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 ആൻഡ് സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആണെങ്കിൽ y മൈനസ് 2 ഈക്വൽ ടു 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. x is equal to 3 minus 1 which is equal to 2. x ന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. y minus 2 equal to 1. y minus 2 ആണെങ്കിൽ y is equal to 1 plus 2 which is equal to 3. എങ്ങനെ പ്ലസ് 2 വന്നത്? -2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ 1 plus 2 എത്ര ആൻസർ വരും? 3 എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ x plus 1 equal to 3 ആയിരിക്കണം. x plus 1 equal to 3. അവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. അതേപോലെ സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആയിരിക്കണം. സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? y മൈനസ് 2. y മൈനസ് 2 എന്തിന് തുല്യമായിരിക്കണം? 1ന് തുല്യമായിരിക്കണം. അപ്പോൾ y മൈനസ് 2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് എഴുതി അവിടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റി? y എന്ന് പറയുന്ന ആശയം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റി. ഏത് ഓർഡേർഡ് പെയറുകൾ ഇങ്ങനെ ഈക്വൽ ആണെന്ന് പറഞ്ഞ് തന്നാലും നമ്മൾ ഇതേ രീതിയിലാണ് മുമ്പിലേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി മറ്റൊരു എക്സാമ്പിളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചോദ്യം പറയുന്നത്, if ordered pair x plus 3 by 2 comma y minus 1 by 3 equal to ordered pair 4 2, find the values of x and y. ഇവിടെ നമുക്ക് ഓർഡേർഡ് പെയർ x plus 3 by 2 comma y minus 1 by 3 equal to ഓർഡേർഡ് പെയർ 4 2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെയും വൈന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ അതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. x plus 3 by 2 എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 4 ആയിരിക്കണം. കാരണം ഫസ്റ്റ് എലമെന്റുകൾ ഈക്വൽ ആയിരിക്കണം.
ഓക്കെ. ആൻഡ് സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? y മൈനസ് 1/3 എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. എന്നിട്ട് എക്സിന്റെ വാല്യൂ ആണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 2 ഡിവിഷനിലാണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 2 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 വരും. എക്സ് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 3 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -3. അപ്പോൾ 8 - 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 5 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തും. ഇതേപോലെ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. y മൈനസ് 1 ഈക്വൽ ടു 3 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 3 × 2 എത്ര വരിക? 6. y is equal to 6 plus 1 is equal to 7. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, എക്സിന്റെ വാല്യൂ 5, y എന്ന് പറയുന്നതിന്റെ വാല്യൂ 7. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, if 2x/5 plus 1, y minus 3/4 equal to ordered pair 1/5, 1/4. Find x and y. ഇവിടെയും രണ്ട് ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആണ്. എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഫസ്റ്റ് എലിമെന്റ് ഈക്വൽ ആയിരിക്കണം നിർബന്ധമാണ്, സെക്കൻഡ് എലിമെന്റ് ഈക്വൽ ആയിരിക്കണം, അതും എന്ത് തന്നെയാണ്? നിർബന്ധം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ നിന്നും 2x/5 plus 1 എന്തിനു തുല്യമായിരിക്കണം? 1/5 തുല്യമായിരിക്കണം. കൂടാതെ y മൈനസ് 3/4 എന്ന് പറയുന്നത് 1/4 ഈക്വൽ ആയിരിക്കണം. ഈ ഭാഗം നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. 2x/5 ഈക്വൽ ടു 1/5 പ്ലസ് 1 അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ -1. 2x/5 is equal to 1/5 മൈനസ് ഈ 1 എന്ന് പറയുന്നതിനെ ഡിനോമിനേറ്റർ 5 ആവുന്ന രീതിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 പകരം 5/5 എന്ന് പറഞ്ഞു എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ എന്താ നോക്കുക? 1 × 1 1 എന്ന് പറയുന്ന ആശയം വരും. 1 × 1 1 മൈനസ് 5 × 1 5 ഡിവൈഡഡ് ബൈ 5 × 1 5. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടുക? -4/5. അതായത് 2x/5 ഈക്വൽ ടു -4/5. രണ്ട് വശത്തും താഴെ 5 ഉണ്ട്. രണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ബാക്കിയുള്ളത് എന്താ? 2x is equal to -4. 2x is equal to -4. X is equal to -4/2, which is equal to -2. Y is equal to 1/4 plus 3/4. നെഗറ്റീവ് ആണ്. അടുത്ത സൈഡിലോട്ട് പോകുമ്പോൾ എന്താവുന്നത്? പോസിറ്റീവ് ആയിട്ട് മാറും. അതായത് y is equal to ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് 4/4 is equal to 1. അപ്പൊ നോക്കൂ, എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി, വൈന്റെ വാല്യൂ കണ്ടെത്തി. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു. ഈ 3 ക്വസ്റ്റ്യൻസുകളിലും ആദ്യത്തത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. രണ്ടാമത്തത് അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. മൂന്നാമത്തത് അതിനേക്കാൾ കൂടുതൽ ഡിഫിക്കൽറ്റി വരുന്ന ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന് വെയിറ്റേജ് കൂടുതലാണ്.
ആ ഡിഫിക്കൽട്ടിക്ക് അനുസരിച്ചാണ് എന്ത് കൊടുക്കുക, നമ്മൾ വെയിറ്റേജ് കൊടുക്കുക. എന്തായാലും ഇതുവരെയുള്ള ചോദ്യ പേപ്പറുകളിലായിട്ട് നമ്മൾക്ക് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്താൻ ഈ 3 ക്വസ്റ്റ്യൻസുകളാണ് വന്നു കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഭാഗം നമ്മളവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക. നമ്മൾ നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റുകൾ ഉണ്ടെങ്കിലേ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് തന്നെ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറയാം. അപ്പോൾ നമ്മളെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണാമെന്നും അതുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോവുകയാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, 2 സെറ്റുകളുണ്ട്. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളെയും അടങ്ങിയിട്ടുള്ള കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ എയിൽ നിന്ന് എയിലേക്ക് എത്ര ബന്ധങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം അടങ്ങിയതാണ്. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ബന്ധങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ അതെല്ലാം അടങ്ങിയിട്ടുള്ള കളക്ഷനെയാണ് എന്ത് പറയുക, നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ ക്രോസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എ ക്രോസ് ബി എന്നൊക്കെ പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള ഓരോ എലമെന്റും ഓർഡേർഡ് പെയറുകളാണ് എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, അതായത് നമ്മൾ തുടർച്ചയായിട്ട് നമ്പർ 2 ആണ്. 4th ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 7 8 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 5 4 2. ഫൈൻഡ് എ ക്രോസ് ബി. എന്താണ് ചോദ്യം? എ എന്ന് പറയുന്ന ഒരു സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളും എഴുതണം. ഓരോ ബന്ധവും എന്താണ്, ഓർഡേർഡ് പെയറുകളാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് 7ഉം 5ഉം തമ്മിൽ ബന്ധമുണ്ടാക്കാം, 7ഉം 4ഉം തമ്മിൽ ബന്ധമുണ്ടാക്കാം, 7ഉം 2ഉം തമ്മിൽ ബന്ധമുണ്ടാക്കാം. ഇതൊക്കെ എങ്ങനെയാണ് എഴുതുക? ഓർഡേർഡ് പെയർ 7 5, ഓർഡേർഡ് പെയർ 7 4, ഓർഡേർഡ് പെയർ 7 2. 7 ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല 8 ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏതൊക്കെ വരും? ഓർഡേർഡ് പെയർ 8, ഓർഡേർഡ് പെയർ 8 5, ഓർഡേർഡ് പെയർ 8 4, ഓർഡേർഡ് പെയർ 8 2. അതിൻ്റെ എല്ലാം കളക്ഷൻ എ ക്രോസ് ബി എന്ന് പറയുന്ന ആശയം. അപ്പോൾ 5 ഉപയോഗിച്ചുകൊണ്ട് 3 എലമെന്റിലേക്കും നമ്മൾ റിലേഷൻ പറഞ്ഞു, 8 ഉപയോഗിച്ചുകൊണ്ട് 3 എലമെന്റിലേക്കും എന്ത് പറഞ്ഞു, റിലേഷൻ പറഞ്ഞു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ റിലേഷൻസുകളുമായി. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്തുള്ളൂ, ബന്ധം എന്നുള്ള ആശയം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്ന കാര്യം എഴുതണമെങ്കിൽ ഇത്ര കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഏത് 2 സെറ്റുകൾ തന്നാലും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, let A equal to set 1 2 3 and B equal to
സെറ്റ് എ ബി, ബി ടു സെറ്റ്സ്, ബി ടു സെറ്റ്സ്. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത് റൈറ്റ് ദ യൂണിവേഴ്സൽ റിലേഷൻ, റൈറ്റ് ദ യൂണിവേഴ്സൽ റിലേഷൻ ഫ്രം എ ടു ബി, റൈറ്റ് ദ യൂണിവേഴ്സൽ റിലേഷൻ ഫ്രം എ ടു ബി. രണ്ടാമത്തത് what is the number of non-empty relations, number of non-empty relations from A to B. നമുക്ക് രണ്ട് സബ് ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ദ യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, അത് എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും അടങ്ങിയതാണ്. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന ആശയമാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബി എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്താൽ മതി? കണ്ടെത്തിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള നോൺ എംപ്റ്റി റിലേഷൻസുകൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ആദ്യം ഒന്നാമത്തെ കേസിലേക്ക് പോകും. എന്താ നമുക്കിവിടെ ചെയ്യാനുള്ളൂ? യൂണിവേഴ്സൽ റിലേഷൻ അഥവാ എ ക്രോസ് ബി എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. തൊട്ട് മുൻപേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എ ക്രോസ് ബി എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്. അതേപോലെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം? എ ക്രോസ് ബി എന്ന് പറയുന്ന ആശയം എഴുതാം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1A 1B. 1 ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ റിലേഷനുമായി, ബിയിലേക്കുള്ള എല്ലാ റിലേഷനുമായി. ഇനി 2 എടുക്കാം. 2 ഉപയോഗിച്ചുകൊണ്ട് 2A 2B. അടുത്തത് 3 എടുക്കാം. 3A 3B. അപ്പോൾ നമ്മൾ എഴുതാൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കളക്ഷൻ, അതായത് സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി അഥവാ യൂണിവേഴ്സൽ റിലേഷൻ ഓഫ് എ ആൻഡ് ബി. രണ്ടും ഒന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമുക്ക് പറഞ്ഞിരുന്നത്? നോൺ എംപ്റ്റി റിലേഷൻസിന്റെ എണ്ണമാണ് കണ്ടെത്താനുള്ളത്. ആദ്യം റിലേഷൻസിന്റെ എണ്ണം നമുക്കൊന്ന് പറയാം. നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളെയാണ് റിലേഷൻസ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ സബ്സെറ്റുകളുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലാണ് സെറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്ററിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഏത് സെറ്റിന്റെയും സബ്സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് വരും. അതായത് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്ന സാധനം വരും. അപ്പോൾ റിലേഷനിലും എന്ത് വരും? ഒരു എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്ന ആശയം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മൊത്തം റിലേഷൻ കണ്ടെത്താൻ ഒരു മാർഗമുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ എംപ്റ്റി റിലേഷനെ മാറ്റി നിർത്തിയാൽ നോൺ എംപ്റ്റി റിലേഷൻസ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം നമുക്ക് കണ്ടെത്താം. അപ്പോൾ എങ്ങനെയാണ് റിലേഷൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റിലേഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറയാം. അപ്പോൾ എന്താണ് ആ ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, number of relations from A to B equal to 2 raised to n of A into n of B. എന്താണ് എഴുതുന്നത്? നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ 2 raised to n of A into n of B. ഇത് നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? 2 raised to n of A, എയിലെ എലമെന്റിന്റെ എണ്ണം
3 ബിയിലെ എലമെന്റിന്റെ എണ്ണം 2. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരും? 3 into 2, അതായത് 2⁻6. 2⁻6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 64. ഇത് ശരിക്കും എന്താണ്? റിലേഷൻസിന്റെ എണ്ണമാണ് ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ? നോൺ എംപ്റ്റി റിലേഷൻസിന്റെ എണ്ണമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. 64 റിലേഷൻസുകളുണ്ട്. അതിൽ നിന്നും എംപ്റ്റി റിലേഷനുകൾ മാറ്റി നിർത്തി. അപ്പോൾ ബാക്കി 63 എണ്ണം ഉണ്ടാവും. 63 എണ്ണം എന്തായിരിക്കും? നോൺ എംപ്റ്റി റിലേഷൻസുകളായിരിക്കും. അപ്പൊ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. Therefore, number of non-empty relations. Therefore, non-empty relations equal to 64 minus 1 is equal to 63. അപ്പോൾ non-empty relationsന്റെ എണ്ണം എത്രയായിരിക്കും? 63 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ജനറൽ ഫോർമുലയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ ജനറൽ പറയാം? മൊത്തം റിലേഷൻസിന്റെ എണ്ണം 2n of a into n of b. ഇതിൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായത്? നോൺ എംപ്റ്റി റിലേഷൻസ് എന്ന് പറയുന്നതിന്റെ എണ്ണമായിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th വൺ പറയുന്നത് let p equal to set 1 2. Find p cross p. എന്താണ് ചോദ്യം? p എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. p cross p എന്ന് പറയുന്നത് കണ്ടുപിടിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ p ക്രോസ് p കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് p ക്രോസ് p എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുകയാണ്. p ക്രോസ് p എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് 1 2 ക്രോസ് സെറ്റ് 1 2. ഇതിൽ നിന്ന് ഇതിലേക്കുള്ള എല്ലാ ഓർഡേർഡ് പെയറുകളും കളക്ട് ചെയ്തെടുക്കാം. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 1, ഓർഡേർഡ് പെയർ 1 2, ഓർഡേർഡ് പെയർ 2 1, ഓർഡേർഡ് പെയർ 2 2. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് ശരിക്കും എന്താണ്? p ക്രോസ് p ആണ് എഴുതിയത്. ചോദ്യം എന്താണ്? p ക്രോസ് p ആണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ p ക്രോസ് p എന്ന് പറയുന്ന കാര്യം എഴുതണമെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, 4 എലമെന്റ് കാണാം. 4 എലമെന്റ് കാണാം. ഈ 4 എലമെന്റുകളുടെയും ലെഫ്റ്റ് സൈഡിൽ 1 ഫിക്സ് ചെയ്യാം. അതേപോലെ 2 ഫിക്സ് ചെയ്യാം. അപ്പോൾ 1 ഫിക്സ് ചെയ്യുമ്പോൾ 4 എണ്ണം കിട്ടും, 2 ഫിക്സ് ചെയ്യുമ്പോൾ 4 എണ്ണം കിട്ടും. മൊത്തം എത്ര എലമെന്റ് കിട്ടും? 8 എലമെന്റ് വരും. ഈ 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ മാറിയിട്ട് എന്തായിട്ട് മാറും? ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് പറയുന്ന കാര്യമായിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓർഡേർഡ് ട്രിപ്ലറ്റ് എത്രയായി? 1 1 1 1 1 2 1 2 1 1 2 2. ഇവിടെ നോക്കുക നിങ്ങൾ, 1 1 ഇതാണ്, 1 2 1 2 2 1 2 2 കണ്ടില്ലേ? എല്ലാത്തിനും ലെഫ്റ്റിൽ നോക്കുക നിങ്ങൾ, എല്ലാത്തിനും ലെഫ്റ്റിൽ ഞാൻ 1 ഫിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 2 ഫിക്സ് ചെയ്യാം. 2 ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 1 1 2 1 2 2 2 1 2 2 2. ഇപ്പോൾ നോക്കൂ, മൊത്തം 8 എലമെന്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. p ക്രോസ് പിയിൽ ശരിക്കും എത്ര എലമെന്റ് വേണം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? പിയിൽ 2 എലമെന്റ്, അടുത്ത പിയിലും 2 എലമെന്റ്, അടുത്ത പിയിലും എത്രയാണ് വരിക? 2 എലമെന്റ്. അപ്പോൾ 2 into 2 എത്ര വരിക? 8 എലമെന്റ് വരിക. നമ്മൾ എഴുതിയത് കറക്റ്റ് 8 എലമെന്റ്സ് ആണ് വരുന്നത്. ഒരു എലമെന്റ് പോലും ഇൻക്രീസ് ചെയ്ത് വരാൻ പാടില്ല, അതുപോലെ ഡിക്രീസ് ചെയ്ത് വരാൻ പാടില്ല. എലമെന്റിന്റെ എണ്ണമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 7 എലമെന്റിൽ അവസാനിക്കാൻ പാടില്ല, എഴുതിയത് വീണ്ടും എഴുതാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ അതിൽ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ p ക്രോസ് p എഴുതുക. p ക്രോസ് p എഴുതിയിട്ട്
4 പെയറുകളാണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത്. എല്ലാത്തിൻ്റെയും ലെഫ്റ്റിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഫിക്സ് ചെയ്യാം, അടുത്തത് സെക്കൻഡ് എലമെന്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ മൊത്തം 8 എലമെന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, A = സെറ്റ് 1 - 1 എന്ന് പറയുന്ന കാര്യമാണ്. ഇതും ഇതേപോലെ വർക്ക് ചെയ്താൽ A × A എഴുതിയാൽ 4 എലമെന്റ് കിട്ടും. A × A എഴുതണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ 1 ഫിക്സ് ചെയ്യാം, 4 എലമെന്റായി. -1 ഫിക്സ് ചെയ്യാം, അപ്പോൾ എത്ര എലമെന്റായി? 4 എലമെന്റായി. അപ്പോൾ 4 + 4 എത്ര എലമെന്റ് വരും? മൊത്തം 8 എലമെന്റ് വരും. ഇതേപോലെയാണ് അത് വരുന്നത്. അതെ, പബ്ലിക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല, മോഡലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യം പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷേ അതുകൂടി ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Seventh one, let A equal to set 1 2, B equal to set 3 4, B equal to set 3 4. What is the number of relations from A to B? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താ ചോദ്യം? A എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണ്, B എന്ന് പറയുന്നത് സെറ്റ് 3 4 ആണ്. ഇങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്തായിരിക്കും? മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫോർമുല ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B ഈക്വൽ ടു എന്താ നമ്മുടെ ഫോർമുല ഉണ്ടായിരുന്നത്? 2 raised to n of A into n of B, which is equal to 2 raised to n of A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എണ്ണം. ബിയിലും 2 എലമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 2 × 2, അതായത് 2 raised to 4 വരും. 2 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? 16 ആണ് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സെറ്റുകൾ തന്നിട്ട് നിങ്ങളടുത്ത് നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടെത്താൻ പറഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇത്രയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാനുള്ളൂ? കണക്ട് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് റിലേഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റിലേഷൻസുകൾ നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തരും. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക, അതിനുശേഷം അതിൻ്റെ ഡൊമൈൻ കാണുക, റേഞ്ച് കാണുക, കോഡ് ഡൊമൈൻ കാണുക. ഇത്തരം ചോദ്യങ്ങളിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. Eighth question. R is a relation defined on the set. R is a relation defined on the set A equal to set 1 2 3 etc. to 14 by R is equal to set of all ordered pair xy such that 3x minus y equal to 0, comma x comma y belongs to A. Write the domain, codomain and range of R. എന്താ നമുക്ക് വേണ്ടത്? ഇവിടെ ചോദ്യം കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ. R എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
എ എന്ന് പറയുന്ന സെറ്റിലാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 തൊട്ട് 14 വരെ ഉണ്ട്. റിലേഷൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? R is equal to set of all ordered pair xy such that 3x minus y equal to 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയറുകളുടെ കളക്ഷൻ ആണ് എവിടെ വരിക? റിലേഷൻ എന്ന് പറയുന്നതിന്റെ റോസ്റ്റർ ഫോമിൽ വരിക. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? 3x minus y equal to 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എക്സും വൈയും എവിടെ ആയിരിക്കണം? ബിലോങ്സ് ടു എ ആയിരിക്കണം. നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് വരിക? 1 തൊട്ട് 14 വരെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് കൊടുക്കാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. എക്സിന് 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതല്ലേ കണ്ടീഷൻ? ഈ കണ്ടീഷനിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. എക്സിന് 1 അപ്ലൈ ചെയ്യണം. എക്സിന് 1 അപ്ലൈ ചെയ്യുമ്പോൾ 3 × 1 minus y equal to 0 implies y equal to 3. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് y 3 ആണെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ നോക്കുക. 3 × 1 3 ആണ്. 3ൽ നിന്നും 3 പോയാൽ മാത്രമേ 0 കിട്ടുകയുള്ളൂ. 3ൽ നിന്നും 3 പോയാൽ മാത്രമേ 0 കിട്ടുകയുള്ളൂ. അപ്പോൾ y നിർബന്ധമായി എന്തായിരിക്കണം? 3 ആയിരിക്കണം. എക്സിന് അടുത്ത് 2 കൊടുക്കാം. 3 × 2 minus y equal to 0 implies 3 × 2 6 ആണ്. അവിടെ 6 തന്നെ വരണം. y എന്ന് പറയുന്നത് 6 ആയിരിക്കണം. 3 × 3 minus y equal to 0 implies y is equal to 3 × 3 9 ആണ്. അപ്പോൾ അവിടെ 9 വരണം. 9. 3 × 4 minus y equal to 0 implies y is equal to ഇവിടെ 12 വരും. അപ്പോൾ ഇവിടെ നിർബന്ധമായും 12 ആയിരിക്കണം. അപ്പോൾ y ന്റെ വാല്യൂ 12 ആയിരിക്കണം. 3 × 5 minus y equal to 0 implies y is equal to 3 × 5 എത്രയാണ് വരിക? 15 ആണ് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 15 എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സെറ്റിനകത്തില്ല. എയിൽ എത്ര എലമെന്റ് ഉള്ളൂ? 1 മുതൽ 14 വരെയുള്ളൂ. 1 മുതൽ 14 വരെയാണ് സെറ്റിനകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കാര്യം does not belongs to A ആണ്. അപ്പൊ ഇനി മുൻപിലേക്ക് കയറിപ്പോയാൽ എന്താ സംഭവിക്കുക? എല്ലാം എ എന്ന് പറയുന്ന സെറ്റിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഏത് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റോസ്റ്റർ ഫോം എഴുതാം. റോസ്റ്റർ ഫോം എഴുതാൻ പോവാണ്. R is equal to set of all ordered pair. 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 3. 2 കൊടുക്കുമ്പോൾ കിട്ടിയ ആൻസർ 6. 3 കൊടുക്കുമ്പോൾ കിട്ടിയ ആൻസർ 9. 4 കൊടുക്കുമ്പോൾ കിട്ടിയ ആൻസർ 12. 5ഉം 6ഉം 7ഉം 8 ഒക്കെ കൊടുക്കാം. പക്ഷേ കിട്ടുന്ന ആൻസറുകളൊന്നും നമ്മുടെ സെറ്റിനകത്ത് വരില്ല. അതുകൊണ്ട് അത്തരം ഓർഡേർഡ് പെയറുകളൊന്നും റോസ്റ്റർ ഫോമിനകത്ത് കയറി വരാൻ പാടില്ല. റോസ്റ്റർ ഫോം കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി ഡൊമൈൻ എഴുതണമെങ്കിൽ ആദ്യം കാണുന്ന എലമെന്റുകളെ ലിസ്റ്റ് ചെയ്ത് എഴുതിയാൽ അത് ഡൊമൈനാണ്. സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്ത് എഴുതിയാൽ അത് റേഞ്ചാണ്. അപ്പൊ നമുക്ക് ഡൊമൈൻ ഒന്ന് എഴുതി നോക്കാം. ഡൊമൈൻ ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരിക? 1 2 3 4. ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം റേഞ്ച് സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്യുക. സെക്കൻഡ് എലമെന്റ് 3 6 9 12. 3 6 9 12. ഇനി നമുക്കതിനുണ്ടായിരുന്ന ചോദ്യം എന്താണ്? കോഡൊമൈൻ കണ്ടുപിടിക്കണം. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കോ ആണ് റിലേഷൻസുകൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ റിലേഷൻ എവിടെ നിന്ന് എവിടേക്കാണോ ചെയ്യുന്നത് ആ എൻറ്റയർ സെറ്റ് ആണ് നമ്മൾ കോഡൊമൈൻ ആയിട്ട് എടുക്കുക. രണ്ടാമത് കിടക്കുന്ന എൻറ്റയർ സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ എയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ കിടക്കുന്ന സെറ്റ് ഏതാണ്? എ അല്ലെങ്കിൽ ബി. ആ എൻറ്റയർ സെറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോഡൊമൈൻ ആയിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എയിൽ നിന്ന് എയിലേക്കല്ലേ പറയുന്നത്? റിലേഷൻ ഓൺ എ അല്ലേ പറയുന്നത്? അപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ നമ്മുടെ എൻറ്റയർ സെറ്റ് ഏതാ വരിക? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് വരിക. അതുകൊണ്ട് കോഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും?
എ എന്ന് പറയുന്നതാണ് കോഡോമൈൻ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Ninth one, a relation R on the set of natural numbers is defined by R is equal to set of all ordered pair xy such that y equal to x, comma x belongs to n and x less than 4. നമുക്ക് ഇവിടെ സബ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഒന്നാമത്തത് റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇവിടെയും നോക്കാം, നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അതിൽ നമ്മൾ എന്താക്കണം? റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 2, 3, 4, 5 എക്സെട്ര ആ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷനാണ് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നത്. റിലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യും. റിലേഷൻ പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ. അതായത് ഇതിനകത്ത് എഴുതുന്നതെല്ലാം എന്തായിരിക്കും? ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. കണ്ടീഷൻ എന്താണ്? വൈയും എക്സും ഈക്വൽ ആയിരിക്കണം. അത് മാത്രം മതിയോ? പോരാ. എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അത് എന്തിനേക്കാൾ താഴെ ആയിരിക്കണം? 4-നേക്കാൾ താഴെ ആയിരിക്കണം. 4-നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം ഏതൊക്കെ വരുന്നത്? 1 വരും, 2 വരും, 3 വരും. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. പിന്നെ കണ്ടീഷൻ എന്താ? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? വൈയും എക്സും ഈക്വൽ ആവണം. അപ്പോൾ 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 തന്നെ കിട്ടും. 2 കൊടുത്താലോ 2 തന്നെ കിട്ടും. 3 കൊടുത്തു കഴിഞ്ഞാൽ 3 തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇതിന് റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക എന്ന് പറയുന്നത് വരും സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 1 2 2 3 3. 4-നേക്കാൾ താഴെയുള്ള നമ്പേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ. 1 കൊടുത്തു 1 തന്നെ കിട്ടി, 2 കൊടുത്തു 2 തന്നെ കിട്ടി, 3 കൊടുത്തു 3 തന്നെ കിട്ടി. ഇത് എങ്ങനെയാണ് കിട്ടിയത്? y ഈക്വൽ ടു x ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം ഒരേപോലെ നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡൊമൈൻ എഴുതണം, റേഞ്ച് എഴുതണം. ഓക്കെ, ഡൊമൈൻ എഴുതാം. ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഫസ്റ്റ് എലമെന്റ് ലിസ്റ്റ് ചെയ്യുക 1 2 3 1 2 3. റേഞ്ച് സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്യാം 1 2 3 1 2 3. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Tenth one, write the relation R equal to set of all ordered pair x comma x cube such that x is a prime number less than 10 in roster form
in roster form, find domain and range. Find domain and range. ഇവിടെ നമുക്ക് റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ്? ഓർഡേർഡ് പെയർ എക്സ് കോമ എക്സ് ക്യൂബ് ആണ് നമ്മുടെ ഓർഡേർഡ് പെയറുകളുടെ ഫോം വരുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആണ്. അത് 10നേക്കാൾ താഴെയാണ്. 10നേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് സെറ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെ വരിക? 2 വരും, 3 വരും, 5 വരും, 7 വരും. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയെന്ന് മനസ്സിലായി. പിന്നെ ഇത് എങ്ങനെ എഴുതുക? ഓർഡേർഡ് പെയറിന്റെ ഫോം എങ്ങനെയാണ്? എക്സ് കോമ എക്സ് ക്യൂബ് ആണ്. അപ്പോൾ അതിന്റെ റോസ്റ്റർ ഫോം ഒന്ന് നമുക്ക് നോക്കി നോക്കാം. R is equal to എക്സിനെ ഏതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു. 2 കൊടുക്കാം, 3 കൊടുക്കാം, 5 കൊടുക്കാം, 7 കൊടുക്കാം. 2 ആണ് എഴുതുന്നതെങ്കിൽ ഓർഡേർഡ് പെയറിന്റെ ഫോം എങ്ങനെ വരിക? 2, 2 ക്യൂബ്. 3 ആണ് വരുന്നതെങ്കിൽ 3, 3 ക്യൂബ്. 5 ആണ് എഴുതുന്നതെങ്കിൽ 5, 5 ക്യൂബ്. 7 ആണ് എഴുതുന്നതെങ്കിൽ 7, 7 ക്യൂബ്. ഇതിങ്ങനെ എഴുതിയാൽ പോലെ നമുക്ക് അതിന് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സെറ്റ് 2, 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 3, 27, 5, 125, 7, 343. ഇതാണ് അതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡൊമൈൻ കാണാനുണ്ട്, റേഞ്ച് കാണാനുണ്ട്. ഡൊമൈൻ റോസ്റ്റർ ഫോം എഴുതാൻ, ഡൊമൈൻ എഴുതാൻ കാര്യങ്ങൾ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് എലമെന്റ് ലിസ്റ്റ് ചെയ്താൽ മതി. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. 2, 3, 5, 7. ഡൊമൈൻ എന്ന് പറയുന്ന കാര്യമായി റേഞ്ച് is equal to സെറ്റ് 8, 27, 125, 343. ഇങ്ങനെയാണ് ഞാനത് എഴുതിയത്. സെക്കൻഡ് എലമെന്റുകൾ എന്ത് ചെയ്തു? ലിസ്റ്റ് ചെയ്ത് എഴുതി. അതാണ് റേഞ്ച് എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Last one. Consider A equal to set 1, 2, 3, 5 and B equal to set 4, 6, 9. Define a relation. Define a relation R from A to B by R is equal to set of all ordered pair xy such that x minus y is odd, comma x belongs to A, comma y belongs to B. Right? R in roster form. Write R in roster form and find the range of R. Find the range of R. ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഒരു A എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്, B എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് തന്നിട്ടുണ്ട്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം, അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ റിലേഷൻ എന്ന് പറയുന്ന കാര്യം നോക്കുക. R is equal to set of all ordered pair xy such that x minus y is odd. x minus y എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കണം? ഓഡായിരിക്കണം. ആ കണ്ടീഷൻ നിലനിൽക്കുന്ന ഓർഡേർഡ് പെയറുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുക. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3, 5. ബി എന്ന് പറയുന്ന സെറ്റ് 4, 6, 9. നമുക്ക് വേണ്ടത് റിലേഷന്റെ റോസ്റ്റർ ഫോം എഴുതണം ആദ്യം. അപ്പൊ നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ റിലേഷനും
ഒന്ന് ആലോചിക്കാം. എല്ലാ റിലേഷനും ഏതൊക്കെ വരിക? 1 4 വരും, 1 6 വരും, 1 9 വരും, 2 4 വരും, 2 6 വരും, 2 9 വരും, 3 4 വരും, 3 6 വരും, 3 9 വരും, 5 4 വരും, 5 6 വരും, 5 9 വരും. ഇത് മൊത്തം റിലേഷനാണ്. ഇതിൽ നമ്മൾ എന്താ ആലോചിക്കണം? ഈ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നത് എക്സിൽ നിന്നും വൈ മൈനസ് ചെയ്താൽ എപ്പോഴും എന്തായിരിക്കണം? ഓടായിരിക്കണം. അപ്പൊ ഞാൻ ഇതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 1 4 എന്ന് പറയുന്ന പെയർ എടുത്താൽ ഇതിന്റെ ഡിഫറൻസ് എത്ര വരിക? -3 ആണ്. അത് ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പെയറിനെ ഇതിൽ ഉൾപ്പെടുത്താം. 1 6 എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് -5 ആണ്. അതുകൊണ്ട് ഓഡ് നമ്പർ ആയതുകൊണ്ട് അതിനെ ഉൾപ്പെടുത്താം. 1 9 എടുത്തു കഴിഞ്ഞാൽ -8 ആണ്, ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ 1 ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 എടുക്കാം. 2 4 പറ്റില്ല. 2 6 എന്ന് പറയുന്ന ആശയം പറ്റില്ല. 2 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് -7 ആണ്. അതുകൊണ്ട് 2 9 എന്ന് പറയുന്ന കാര്യം ഉൾപ്പെടുത്താം. 3 4 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് -1 ആണ്, ഓഡ് നമ്പർ ആണ്, നമുക്ക് ഉൾപ്പെടുത്താം. 3 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് -3 ആണ്, 3 6 നെ ഉൾപ്പെടുത്താം. 3 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 ആണ് വരിക, അത് ഈവൺ നമ്പർ ആണ്. 5 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് 1 ആണ് വരിക, അത് ഓഡ് നമ്പർ ആണ്. 5 6 ഡിഫറൻസ് -1 ആണ്, അത് ഓഡ് നമ്പർ ആണ്. 5 6 എടുത്തു കഴിഞ്ഞു. 5 9 ഡിഫറൻസ് -4 ആണ്, അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള മൊത്തം റിലേഷൻസുകൾ നമ്മൾ നോക്കി. അതിൽ എക്സ് മൈനസ് വൈ ഓടാകുന്ന കേസുകൾ മാത്രം. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന എലമെൻറ്റുകൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന ഓരോ ഓർഡേഡ് പെയറിലും കാണുന്ന നമ്പറുകളുടെ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, പക്ഷേ അതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ലിസ്റ്റ് ചെയ്ത ഫോമിലേക്ക് വരുന്ന ഓർഡേഡ് പെയറുകൾ. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ റേഞ്ച് എഴുതണം. റേഞ്ച് ഈക്വൽ ടു, റേഞ്ച് എഴുതുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സെക്കൻഡ് എലമെന്റ് ആണ് ലിസ്റ്റ് ചെയ്യുക. അത് മറന്നു പോരുത്. സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ 4 വരും, 6 വരും, 9 വരും. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ എഴുതില്ല. 4 വരും, 6 വരും, 9 വരും, വീണ്ടും 4 ആണ്, 6 ആണ്, 4 ആണ്, 6 ആണ്. അപ്പോൾ നമുക്ക് ആകെ 3 എലമെന്റ് എഴുതി വരുള്ളൂ. അത് ഏതൊക്കെയാണ്? 4 വരും, 6 വരും, 9 വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ 12th ക്വസ്റ്റ്യൻ. Let A equal to set 1 2 3 4 5 6 be a set. Define a relation. R from A to A by R is equal to set of all ordered pair xy such that y equal to x plus 1. Sub questions are express R in roster form. Second question, represent the relation R using an arrow diagram. Last sub question, write the domain and range. നമുക്കിവിടെ എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. റിലേഷൻ തന്നിരിക്കുന്നത് R is equal to ordered pair xy such that y equal to x plus 1. റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. ആരോ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യണം. ഡൊമൈനും റേഞ്ചും എഴുതണം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ചെയ്യാം.
റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് ആക്കി നോക്കാം. റോസ്റ്റർ ഫോമിലേക്ക് ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പറുകളും എയിൽ നിന്നായിരിക്കണം, കിട്ടുന്നതും എന്തായിരിക്കണം? എയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതുകയാണ്. അതായത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോവാണ്. ആർ ഇസ് ഈക്വൽ ടു നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. 1 മുതലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കണ്ടീഷൻ എന്താണ്? 1 + 1 എത്രയോ? 2 വരും. അതായത് നിങ്ങൾ എന്താണോ എക്സ് കൊടുക്കുന്നത് അതിനേക്കാൾ 1 കൂടുതലാണ് എപ്പോഴും y വരിക. അപ്പൊ ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്താ വരിക? 2 ആണ് വരിക. ഇനി 2 ആണ് കൊടുക്കുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ എന്താ വരിക? 3 ആണ് വരിക. ഓക്കെ, 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 4 ആണ് വരിക. 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 4 എന്ന് പറയുന്ന കാര്യമാണ് വരിക. 4 ആണ് കൊടുക്കുന്നതെങ്കിൽ 5 ആണ് വരിക. 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 6 ആണ് വരിക. ഓക്കെ, ഇനി 6 നമ്മൾ കൊടുത്താൽ കിട്ടുന്നത് എന്താണ്? 7 ആണ് കിട്ടുക. പക്ഷെ 7 എയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും ആ പെയർ എഴുതാൻ വേണ്ടി പാടുകയില്ല. അപ്പൊ നമുക്ക് ഇത്രയും എലമെന്റുകളാണ് അതിന്റെ എന്ത് വരിക? റോസ്റ്റർ ഫോം എന്ന് പറയുന്ന ആശയത്തിൽ വരിക. ആ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഏതൊക്കെ എലമെന്റുകളാണത്? സെറ്റ് ഓഫ് ഓൾ, ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. ഓർഡേർഡ് പെയർ 1 2 വരും, 2 3 വരും, 3 4 വരും, 4 5 വരും, 5 6 വരും. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പാർട്ടിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ആരോ ഡയഗ്രം വരയ്ക്കാനാണ് പറയുന്നത്. ആരോ ഡയഗ്രം വരയ്ക്കുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5 6 എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യാം? നമ്മൾ എ തന്നെ 1 2 3 4 5 6 എയിൽ നിന്ന് എയിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇത് റിലേഷൻ ആണ്. ഇനി എങ്ങനെയാണ് അതിന്റെ റിലേഷൻ വരുന്നത് നോക്കുക നിങ്ങൾ. 1 ൽ നിന്ന് 2ലേക്ക്, 1 ൽ നിന്ന് 2ലേക്ക് ആരോ മാർക്ക് ഇടാം. 2 ൽ നിന്ന് 3ലേക്ക്, 2 ൽ നിന്ന് 3ലേക്ക്, 3 ൽ നിന്ന് 4ലേക്ക്, 4 ൽ നിന്ന് 5ലേക്ക്, 5 ൽ നിന്ന് 6ലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ ആരോ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കാര്യം വരുന്നത്. ഓക്കെ, തേർഡ് കേസിൽ എന്താ വേണ്ടത്? നമുക്ക് ഡൊമൈനും വേണം, റേഞ്ചും വേണം. ഡൊമൈൻ ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് ലിസ്റ്റ് ചെയ്യാം. 1 2 3 4 5 സെറ്റ് 1 2 3 4 5 റേഞ്ച് ഈക്വൽ ടു 2 3 4 5 6 സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ 2 3 4 5 6. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു? ഇപ്പോൾ ആരോ ഡയഗ്രത്തിലൂടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. റിലേഷനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കി, ഡൊമൈൻ എഴുതി, റേഞ്ച് എഴുതി. അപ്പൊ മുൻപത്തിൽ നിന്നും വ്യത്യാസപ്പെട്ട് വരുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ റിലേഷൻ എന്ന് പറയുന്നതിനെ ജിയോമെട്രിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക? വെൻ ഡയഗ്രം ആണ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Thirteenth question. Determine the domain and the range. Determine the domain and the range of the relation R. Defined by R is equal to set of all ordered pair xy such that y equal to x plus 1, comma x belongs to 0, 1, 2, 3, 4, 5. ശരിക്കും നിങ്ങൾ ആ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ കേസ് മാത്രം നോക്കി നോക്കൂ. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തത്. പിന്നെ കഴിഞ്ഞ ചോദ്യവും ഈ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഴിഞ്ഞ ചോദ്യത്തിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് പ്രത്യേകം തന്നിരുന്നു. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? y എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള ഓർഡേഡ് പെയേഴ്സ് ഇതിനകത്ത് വരുള്ളൂ.
എക്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? 0 മുതൽ 5 വരെയുള്ള നമ്പറുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ പ്രത്യേക സെറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർ ഈക്വൽ ടു നമുക്ക് ആദ്യം 0 കൊടുക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ 0 + 1 എത്ര വരിക? 1. 1 ആണ് കൊടുക്കുന്നതെങ്കിലോ 2. ഓരോന്ന് ആഡ് ചെയ്തായിട്ട് പോയാൽ മതി. ഇങ്ങനെയാണ് റിലേഷൻ കിടക്കുന്നത്. ഓക്കെ, y = x + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്തെടുത്താലും അതിനോട് 2 ഒന്ന് കൂട്ടുക. അപ്പൊ 0 എടുത്തു കഴിഞ്ഞാൽ 1 വരും, 1 എടുത്താൽ 2 വരും, 2 എടുത്തു കഴിഞ്ഞാൽ 3 വരും, 3 എടുത്തു കഴിഞ്ഞാൽ 4 വരും, 4 എടുത്തു കഴിഞ്ഞാൽ 5 വരും, 5 എടുത്തു കഴിഞ്ഞാൽ 6 വരും. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ചോദ്യത്തിൽ ഞാനൊരു പെയറിനെ ഒഴിവാക്കിയിരുന്നു. ഏതാ? 6 കൊടുത്താൽ 7 കിട്ടുമെന്ന് പറഞ്ഞു. 6 ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു അവിടെ, പക്ഷെ ഞാനത് ഒഴിവാക്കി. അതിൻ്റെ കാരണം എന്താ? എയിൽ നിന്നും എയിലേക്കാണ് എന്നുള്ളത് കൃത്യമായി കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ പക്ഷേ അങ്ങനെ ഒരു എ എന്ന് പറയുന്ന കാര്യമൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് എക്സിന് 0 മുതൽ 5 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് 5, 6 എന്ന് പറയുന്ന പെയറിനെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് ഇനി വേണ്ടത് എന്താ? ഇതിന്റെ ഡൊമൈനും റേഞ്ചുമാണ് വേണ്ടത്. ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് 0, 1, 2, 3, 4, 5. ഫസ്റ്റ് എലമെന്റ് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റേഞ്ച് 1, 2, 3, 4, 5, 6. സെക്കൻഡ് എലമെന്റ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊമൈനായി റേഞ്ചായി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Fourteenth one. Let A equal to set 1, 2, 3, 4, 5 and RBA relation on A defined by R equal to set of all ordered pair AB such that B equal to A square. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, write R in roster form. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, find the range of R. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ കേസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് 1 മുതൽ 5 വരെ. ആർ എന്ന് പറയുന്ന റിലേഷൻ എയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതും നമ്മൾക്ക് കിട്ടുന്നതും ഒക്കെ എന്തായിരിക്കണം? എയിൽ തന്നെ ആയിരിക്കണം. ഇത് ആദ്യം ഓർമ്മയിലുണ്ടാവണം. കണ്ടീഷൻ എന്താണ്? ഓർഡേർഡ് പെയർ എ ബികളാണ് ഇതിനകത്തുണ്ടാവുക. ബി ഈക്വൽ ടു എ സ്ക്വയർ ആണ് കണ്ടീഷൻ. എക്ക് നമുക്ക് എവിടെ വാല്യൂസ് കൊടുക്കാം? 1 മുതൽ 5 വരെ കൊടുക്കാം. ഇത് എയിൽ തന്നെ ഡിഫൈൻ ചെയ്തത് കൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയറുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആർ ഈക്വൽ ടു, ഞാൻ ആദ്യം എ എന്ന് പറയുന്നതിന് 1 അപ്ലൈ ചെയ്യണം. 1 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ? ബി എന്ന് പറയുന്നത് എയുടെ സ്ക്വയറാണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ എത്ര വരും? 1 വരും. നെക്സ്റ്റ് ഞാൻ 2 കൊടുക്കുകയാണ്. 2 കൊടുക്കുമ്പോൾ ആൻസർ എത്ര വരിക? 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഇനി 3 കൊടുക്കാം. 3 കൊടുത്താൽ പക്ഷേ 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 അല്ലേ? 9 ഒരിക്കലും എവിടെ ഇല്ല? എ എന്ന് പറയുന്ന സെറ്റിനകത്തില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി മുകളിലേക്കുള്ള വാല്യൂസുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ഓക്കെ, അപ്പം നമുക്ക് ആകെ 2 ഓർഡേർഡ് പെയറുകൾ മാത്രമേ ഇവിടെ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? റേഞ്ച് എഴുതുക. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്യാം. സെക്കൻഡ് എലമെന്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ വരിക? സെറ്റ് 1 വരും, 4 വരും. എലമെന്റുകൾ ഏതൊക്കെ വരുള്ളൂ? സെക്കൻഡ് എലമെന്റിൽ 1ഉം 4ഉം മാത്രമേ വരികയുള്ളൂ. അഥവാ ഇതിൽ ഡൊമൈൻ ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1,
2 ഈ രണ്ട് എലമെന്റ് അടങ്ങിയ സെറ്റാണ് എന്ത് വരിക നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Fifteenth one. Let A equal to set 1, 2, 3, 4, 6 and RBA relation on A defined by R is equal to set of all ordered pair AB such that B is exactly divisible by A comma B belongs to A. ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. 1, 2, 3, 4, 6 ഇതാണ് അതിലെ എലമെന്റ് വരുന്നത്. റിലേഷൻ എന്താണ്? ഒരേ പേര് എ ബികളാണ് അതിൽ എഴുതേണ്ടത്. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. എന്താ പറയുന്നത്? ബി എന്ന് പറയുന്നതിനെ എ കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്ക് അതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് എഴുതി നോക്കാം. ആർ ഇസ് ഈക്വൽ ടു എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ ഓൺ എ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർമുലയിൽ വരേണ്ടത് എയിൽ നിന്ന് എയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും. അപ്പോൾ നമുക്ക് 1, 1 എന്ന് പറയുന്ന കാര്യം എടുക്കാം. നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഈ എലമെന്റിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 1, 1 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1, 2, 1, 3, 1, 4, 1, 6 ഇതെല്ലാം നമ്മുടെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1ന്റെ കേസുകളെല്ലാം വരുന്ന. ഓക്കെ, 2 എടുക്കുന്ന സമയത്ത് 2വിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. പിന്നെന്താ പറ്റുള്ളൂ? 2വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇതിനെ എങ്ങനെ പറ്റാം? 2വിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2വിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2, 4, 2, 6 എന്ന് പറയുന്ന ആശയം വരെ 2വിനെ ഡിവൈഡ് ചെയ്യാൻ അല്ല അതിൻ്റെ ഐഡിയ കേട്ടോ. നമ്മൾ എഴുതുന്നതിൽ സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് അതിന്റെ കറക്റ്റ് ഐഡിയ. അപ്പൊ നമ്മളിവിടെ എഴുതി ഏത് പേരൊന്നും നോക്കിക്കോ നിങ്ങൾ, എല്ലാം എന്താണ്? സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 2 ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ വരും? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെ 6 എന്ന് പറയുന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത്രയും പെയറുകളാണ് ഇതിനകത്ത്. ഇത് എഴുതുമ്പോൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ, രണ്ടാമത്തെ നമ്പറിനെ ആദ്യത്തത് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഞാൻ എഴുതിയ എല്ലാ എലിമെന്റുകളും ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിനി വേണ്ടത് എന്താ? ഇത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ്. സെക്കൻഡ് ക്വസ്റ്റിൽ എന്താണ്? ഡൊമൈൻ വേണം, റേഞ്ച് വേണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ലിസ്റ്റ് ചെയ്യാം. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. 1, 2, 3, 4, 6. റേഞ്ച് എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. പിന്നൊക്കെ വീണ്ടും അതിന്റെ റിപ്പീറ്റേഷൻസുകളാണ്. അപ്പോൾ 1 വരും, 2 വരും, 3 വരും, 4 വരും, 6 വരും. അപ്പൊ നമ്മൾ അതിന്റെ ഡൊമൈൻ എഴുതി, അതേമാതിരി തന്നെ എന്താ എഴുതി? റേഞ്ച് എന്ന് പറയുന്ന ആശയം എഴുതി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം.
the Cartesian product P cross P has 9 elements, among which are found minus A0 and 0A. രണ്ടും ഓർഡേഡ് പെയറുകളാണ്. ഫൈൻഡ് P. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് P ക്രോസ് P കണ്ടെത്തിയാൽ 9 എലമെന്റുകളാണ് ആകണ്ടാവുക. ആ 9 ഓർഡേഡ് പെയറുകളിലെ 2 എണ്ണമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. -A0 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയറും 0A എന്ന് പറഞ്ഞ ഓർഡേഡ് പെയറും. കണ്ടെത്താനുള്ളത് എന്താ? P എന്ന് പറയുന്ന സെറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. P എന്ന് പറയുന്ന സെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, P ക്രോസ് Pയിൽ 9 എലമെന്റ് ഉണ്ടാവണമെങ്കിൽ Pയിൽ എത്ര എലമെന്റ് ഉണ്ടാവണം? 3 എലമെന്റ് ഉണ്ടായിരിക്കണം. കാരണം എന്താ? Pയിൽ 3 എലമെന്റ് ഉണ്ടെങ്കിലേ 3 × 3 9 എലമെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മൊത്തമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ P ക്രോസ് Pയിൽ 9 എലമെന്റ് ഉള്ളത് കൊണ്ട് Pയിൽ നിർബന്ധമായും എത്ര ആയിരിക്കണം? 3 എലമെന്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്ന ഓർഡേഡ് പെയർ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഈ ഓർഡേഡ് പെയറും ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് 0 കാണാം, A കാണാം, -A കാണാം. P ക്രോസ് P അല്ലേ നമ്മൾ എഴുതുന്നത്. എലമെന്റ് എവിടെ ഉണ്ടാവാൻ പാടുള്ളൂ? Pയുടെ എലമെന്റ് മാത്രമല്ല ഇതിൽ വരുള്ളൂ എന്തായാലും. അപ്പോൾ നിങ്ങൾ നോക്കാം, നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ 2 ഓർഡേഡ് പെയറിലുമായിട്ട് എത്ര എലമെന്റ് കാണാൻ പറ്റി? 0 ഉണ്ട്, -A ഉണ്ട്, A ഉണ്ട്. 3 എലമെന്റ് കാണാൻ വേണ്ടി പറ്റി. Pയിൽ എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? സത്യത്തിൽ 3 എലമെന്റ് ഉണ്ടാവാൻ പാടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? P ഈക്വൽ ടു സെറ്റ് -A 0A 3 എലമെന്റ് മാത്രമേ അവിടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് ശരിക്കും എവിടുന്ന് കിട്ടി? ആ ഓർഡേഡ് പെയർ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഓർഡേഡ് പെയർ ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് എന്തിലേക്ക് എത്തണം? എത്ര എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഐഡിയയിലേക്ക് എത്തണം. ആ എലമെന്റിന്റെ ഐഡിയ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, ഇനി ഇതാണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് കണക്ട് ചെയ്യാണ്. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഓർഡേഡ് പെയറിലേ തന്നിട്ടുള്ളൂ, ബാക്കി ഓർഡേഡ് പെയർ കൂടി നിങ്ങളടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾക്ക് P കിട്ടിയില്ലേ? P കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? P ക്രോസ് P അല്ലേ? P ക്രോസ് P എന്ന് പറയുന്ന കാര്യം എഴുതുമ്പോൾ എന്താ വരിക? -A0A ക്രോസ്, വീണ്ടും എന്ത് തന്നെ വരും? -A0A. ഇനി നിങ്ങൾക്ക് ക്രോസിൽ ഏതൊക്കെ വരാന്ന് പറഞ്ഞൂടെ? ഏതൊക്കെ വരാം? -A എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ വരും, -A0 വരും, -A വരും, 0 -A വരും, 0 0 വരും, 0A വരും, A -A വരും, A0 വരും, A വരും. അപ്പൊ അതിൽ ഈ 2 മാറ്റി നിർത്തിയാൽ ബാക്കി 7 ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താം. ഇതുകൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതോടുകൂടി നമ്മുടെ റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറുകളായി കണ്ടു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ അടക്കം സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണിത് വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇതിലെ ചോദ്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്ത് വരാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ.